വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലുകിലുക്കും മായേ ഭഗവാനേ. നമസ്കാരം, ഞാൻ ബോബി സാഗർ. ഇന്ന് ഞാനുള്ളത് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുള്ള വലിയ കലാകാരന്മാരുടെ കൂടെയാണുള്ളത്. ഓണംകളിപ്പാട്ട് മേഖലയിൽ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച യുവധാര എന്ന് പറയുന്ന ഒരു സംഘത്തിൻ്റെ പാട്ടുകാർ, എഴുത്തുകാരൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവരെ പരിചയപ്പെടുത്തുകയാണ്. പേരൊന്ന്, ഞാൻ സ്മിത്ത്. എൻ്റെ പേര് സോനു വിജയ. അശ്വിൻ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ അജിയുടെ ഷൂട്ട് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇതിൽ അശ്വിനും സ്മിത്തും പാട്ടുകാരാണ്. സോനു പാട്ടുകാരനാണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി സോനു പാട്ടിൽ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരേ ഏരിയയിലുള്ള ആളുകളാണോ? അല്ലല്ല, ഞാൻ മാള. എൻ്റെ വീട് കുറ്റിച്ചിറ ചെമ്പകുന്നിൽ. എൻ്റെ വീട് മുരിയാട്. ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വരാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ്? ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 14 വർഷത്തോളമായിട്ടുണ്ട് ഈ ടീമിലേക്ക്. അത്രയും വർഷമായിട്ടുണ്ട്. സോനു, ഞാനിപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ് ടീമിൽ. ഇപ്പം അശ്വിൻ എന്ന് പറഞ്ഞാൽ അശ്വിന് ഈ കൊല്ലമാണ് നമുക്ക് ടീമിലേക്ക് പുതിയതായിട്ട് വന്നേക്കണത്. വേറെ ടീമിൽ പാടിയിരുന്നതാണ്, മൊഫസൽ എന്ന് പറഞ്ഞ വേറെ ടീമിൽ പാടിക്കൊണ്ടിരുന്ന. അപ്പം ആ ടീമിൽ വർഷമില്ല. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഓണംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില ഏരിയകളിൽ മാത്രമാണ് ഉള്ളത്. ഇപ്പം ഞാൻ അങ്കമാലി സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ ഓണംകളി എന്ന് പറഞ്ഞാൽ ഒരു കുറവാണ്. അപ്പം നിങ്ങളുടെ ഈ നാട്ടിലാണല്ലോ കൂടുതലായിട്ട്, തൃശ്ശൂർ മേഖലയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതലുണ്ടാവുന്നത്? ഇത് ഒരു പ്രോഗ്രാമായിട്ടുണ്ടാവുമോ, അതോ നിങ്ങൾ ഇപ്പോൾ റെക്കോർഡിങ് പോലുള്ള സോങ്ങുകളാണ് ഇറക്കണത്? എങ്ങനെയാണ് നിങ്ങൾ? അല്ല, നമ്മൾ ലൈവിലാണ്. നമ്മളൊരു 10-60 പേരുള്ള ഒരു ടീമാണ്. അപ്പൊ ആ ടീം ലൈവ് പാട്ടാണ്, അല്ലാണ്ട് നമ്മ റെക്കോർഡിങ് ചെയ്തിട്ട് അതിനൊത്ത് കളിക്കുന്നതല്ല. ലൈവ് പാടി കളിക്കുക. അതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരാൾ സെന്ററിൽ നിന്ന് പാടിയിട്ട് പാടി കളിച്ച് അങ്ങനെ ഉള്ളൊരു കളി. അതിലിപ്പോ ലീഡിങ് സിംഗർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ശരിക്കും ഒരു ടീമിൽ ഇപ്പൊ ഒരു 3-4 പാട്ടുകാരുണ്ടാവും. അതിൽ തെരളിപ്പദം പാടുന്നവരുണ്ട്. തെരളിപ്പദം എന്ന് പറയുമ്പോ കഥ മാത്രമായിട്ട് തെരളിപ്പദം തന്നെ അതിന് പറയാം. അത് വേറെ, ട്യൂൺ പാട്ട് വേറെ, അങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. അങ്ങനെ അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ, നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയ അറിവാണ് ഇങ്ങനെ ഒരു 2 കാറ്റഗറി ഉണ്ടെന്നുള്ളത്. അതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയാമോ, അത് എന്താന്നുള്ളത്? ഓണംകളിയിൽ അതായത് ടൂൺസ് പാട്ടുണ്ട്. മുമ്പൊക്കെ തെരളി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു രാമായണത്തിൽ ഒരു പോർഷൻ എടുത്ത് ആ കഥ മൊത്തം ഈ ഓണംകളിയുടെ തന്നെ ഒരു രീതി ഉണ്ട്. ഇപ്പോൾ അവസാനിക്കുമ്പോൾ തകത ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നാടൻ ശൈലിയിൽ ആ രീതിയിലുള്ള പാട്ടുകളാണ് തെരളി പാട്ടുകൾ എന്ന് പറയണത്. പിന്നീടാണ് അത് ഈ പറഞ്ഞ ടൂൺസ് പാട്ടുകളൊക്കെ വരാൻ തുടങ്ങിയത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അങ്ങനെയാണ്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഗുരുക്കന്മാര് അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ ഞാൻ വന്ന ഇതിൽ ഇപ്പൊ യുവതാരയിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണത്. അതിൽ സുധൻ കൊഴുക്കുന്ന ആളാണ് ആശാനായിരുന്നത്. അതെ, അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇപ്പൊ നേരത്തെ സോനു പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് രാമായണമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ ഇതിന്റെ പാട്ടുകളൊക്കെ? ഭൂരിഭാഗം പാട്ടുകളിലും രാമനെ പ്രകീർത്തിച്ചിട്ടുള്ള ഇതാണ് വരുന്നത് പാട്ടുകൾ. രാമായണത്തിന്റെ വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ഇപ്പൊ ചിലപ്പോൾ രാവണന്റെ പക്ഷത്ത് നിന്നിട്ടും സംസാരിക്കും, ചിലപ്പോൾ രാമന്റെ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ബാലിയുടെ ആണെങ്കിൽ അങ്ങനെ അവരുടെ പക്ഷത്ത്. അങ്ങനെ നമ്മൾ എൻ്റയർ ആയിട്ട് സ്റ്റോറി നമുക്ക് നമ്മുടെ ഭാവനയിൽ ഈ പറഞ്ഞ കഥയിലത്തെ കാര്യങ്ങളൊന്നും പോവാണ്ട് അങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിക്കാം. കഥ നമ്മൾ പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കും. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്കിപ്പോ ഒരു ശരിക്കും ഓണം സമയത്താണോ ഇതിന്റെ ഒരു? അതെ, ഇപ്പൊ ഞങ്ങളുടെ പ്രാക്ടീസ് സമയമാണ്. ഇപ്പൊ നമുക്കൊരു ഓഗസ്റ്റ് പകുതിയോടുകൂടി നമ്മുടെ മത്സരങ്ങൾ തുടങ്ങും. മത്സരങ്ങളായിട്ട് പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പോലെ തന്നെ വേറെ മറ്റു ടീമുകളുണ്ട്. ജില്ലയിൽ തന്നെ ഒരു 8ഓളം ടീമുകൾ വേറെ ഉണ്ട്.
അപ്പൊ അതില് ഭൂരിഭാഗം ടീമുകളും മെയിനായിട്ട് നിൽക്കുന്ന ടീമുകളായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പം ഇങ്ങനൊരു ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വരുമാനം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇതിലൊരു പൈസ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. വരുമാനത്തിനേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10-60 പേര് ഒരു സീസണിൽ ഒരു ഇത്രയും മാസക്കാലം നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ഒരു കൂട്ടായ്മ. അതാണ് ഇതിന്റെ മെയിൻ. ഒരു വരുമാനം ഉദ്ദേശിച്ചിട്ടല്ല ഇതില് പ്രത്യേകിച്ച്. ഞാൻ ചോദിച്ചത് ഞാനൊരു ഗായകനാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു സീസണാണ്. നമുക്കൊരു അമ്പല ഉത്സവത്തിൻ്റെ ഒരു സീസൺ, 6 മാസം സീസണാണ്. അപ്പം അവിടെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പം അതേപോലെ നിങ്ങൾക്ക് തിരക്കുള്ള ഒരു സീസൺ ഉണ്ടാവും. ഇത് നമുക്ക് ഓണം തുടങ്ങിയിട്ട് ഏകദേശം വിജയദശമി കഴിഞ്ഞവരേ ഉള്ളൂ ഞങ്ങളുടെ ഓണം കളി എന്ന് പറഞ്ഞ പരിപാടി. ബാക്കി ഇപ്പം ഈ ഓണം കളി പാട്ട് വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുടെ പരിപാടികൾ എല്ലാ ദിവസവും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ഈ ഒരു സീസണിൽ മാത്രമായ പരിപാടി. അതായത് ഓണങ്ങള് പാട്ട് വെച്ച് കളിക്കുന്നത് കൈകുട്ടികളി അങ്ങനത്തെ പരിപാടിയില്ലേ, അതില് ആണുങ്ങൾ ഇല്ല അതില്ല. അതില് ഞങ്ങളുടെ പാട്ടുകൾ ഒരുപാട് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. വരുമാനം, ആ പാട്ട് ഫേമസ് ആവും, അവര് ഫേമസ് ആവുന്നില്ല, നിങ്ങൾക്കതില് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടാളും പാട്ടുകാരാണ്, അപ്പൊ സോനു എഴുത്തുകാരനാണ്. അപ്പൊ സോനുവിനെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ്, ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ചെറുപ്പം തൊട്ട് ഈ രാമായണം അതിലെ കഥകളും ഒക്കെ വായിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ അപ്പോഴും ചെറുതായിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി നോക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നാണ്. ഇപ്പൊ എഴുത്തിൽ ഇപ്പൊ ഹിറ്റായ പാട്ട് ഏതാ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹിറ്റ് ആയിക്കണത് സ്മിത്ത് പാടിയേക്കണ ഒരു വിഷ്ണു മഠം എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്ണുമായ സോങ്. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. അല്ല, നിങ്ങളുടെ പാട്ടുകൾക്ക് ഒരു വലിയ ജനപ്രീതി ഉണ്ട്. അതായത് ഒരു വലിയ ജനപ്രീതി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പാട്ടിൻ്റെ വരി പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവുന്നത്, പക്ഷെ ഒരു വരി നിങ്ങൾ പാടുമ്പോൾ സംഭവം റെഡിയാവും. അപ്പോൾ അതൊന്ന് പാടി കേൾപ്പിച്ചാൽ. വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലു കിലുക്കും മായേ ഭഗവാനേ, വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലു കിലുക്കും മായേ ഭഗവാനേ, പൊന്നുണ്ണി തമ്പുരാനിൽ മനം നൽകി ഇളം വേനിയെ താണു വണങ്ങി, നിലവിളക്കിൻ പ്രഭ ചൂടി ഭഗവാനുടെ പൂമുഖ ഭംഗി, ഉരുകും മനമോടെ വിളിച്ചാൽ അരികിൽ അണയുന്നെൻ തമ്പുരാനേ ഭഗവാനേ, ഒരു പോത്തിൻ കുളമ്പടിക്കൊത്ത് വടിചേലിൽ കിലുക്കിയിട്ടൊന്ന് വായേ എൻ മായേ, തുടി കൊട്ടിപ്പാടവേ ചെറുചിരിയാലെ നീ വരമേകി കനിയണേ വിഷ്ണുമായയേ, വിഷ്ണുമഠം തന്നിൽ വിളങ്ങും മണിക്കുറുവടി കിലു കിലുക്കും മായേ ഭഗവാനേ. നിങ്ങളിപ്പോൾ ഈ ഓരോ സീസണിലും ഓരോ പാട്ടാണോ? മീൻസ് അങ്ങനെയല്ല, പാട്ട് മാറിക്കൊണ്ടിരിക്കുമോ? ഞങ്ങളിപ്പോൾ ഓണങ്ങളി സീസണിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാട്ടുകൾ ചെയ്യണത്. അതല്ല എല്ലാ സീസണിലും ഇപ്പോൾ നമ്മൾ ഭക്തിഗാനങ്ങളായിട്ടും പിന്നെ വേറെ തമിഴായിട്ടും അങ്ങനെയൊക്കെ വർക്കുകൾ വരും. അപ്പോൾ അതങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഓണങ്ങളി പാട്ടിന് എങ്ങനെയാ? അല്ല, ഓണങ്ങളി പരിപാടിക്ക് അല്ല, സീസണിലെ പാട്ടുകളല്ല ഉദ്ദേശിക്കുന്നത്. ഈ പാട്ടുകൾ സ്ഥിരം പാട്ടുകളാണോ അതോ പുതിയ പാട്ടുകൾ? പുതിയ പാട്ടുകൾ. അതാണ് എൻ്റെ ചോദ്യം. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? അപ്പം ഇനി പുതിയ നിങ്ങളുടെ വർക്കുകൾ എന്തൊക്കെയാണ്? മീൻസ് പുതിയ ഇറങ്ങിയ പാട്ടുകൾ ഇപ്പോൾ എഴുത്തിൽ സോനു പറഞ്ഞ പോലെ വിഭിന്നമായിട്ടുള്ള, അതായത് ആൽബം എഴുതുന്നു, അതേപോലെ തന്നെ ഓണം കളിപ്പാട്ട് എഴുതുന്നു, അങ്ങനെ എല്ലാ ഇതുണ്ടല്ലോ. അപ്പൊ അതിൽ സോനുവിന്റെ വർക്കുകൾ വർക്കുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദൂരത്തേരുവരുന്നെന്ന് പറഞ്ഞിട്ടൊരു ഓണം കളിപ്പാട്ട്, അത് അത്യാവശ്യം ആൾക്കാർ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു അഴകൊഴുകും ശബരി, പിന്നെ ഒരു നാടുണരുമ്പോ കല്യാണം, പിന്നെ അങ്ങനെ. അപ്പം നമ്മൾ എഴുത്ത് മാത്രമാണോ? അതൊക്കെ എഴുത്ത് മാത്രം, പാടി പാട്ടുകൾ വേറെയാണ്. അല്ല, അതിന്റെ മ്യൂസിക് ഒക്കെ അറിയാപ്പാ? മ്യൂസിക് അത് അഴകൊഴുകും ശബരി എന്ന് പറഞ്ഞ ശോഭു ആലത്തൂർ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ആളാണ് ചെയ്തേക്കണത്. പിന്നെ ദൂരത്തേരി വരുന്ന സജീഷ് നിസരി, നമ്മൾ എന്നും വരും വഴി വക്കിലൊക്കെ ചെയ്തേക്കണ ആള് ചെയ്തേക്കണ പാട്ട്, അങ്ങനെ ഒക്കെ ആയിട്ട് ചെയ്യണം. പിന്നെ റെക്കോർഡിങ് അനുബന്ധ കാര്യങ്ങളെല്ലാം ഓർക്കസ്ട്രേഷനൊക്കെ അജിയുടെ അടുത്താണോ? റെക്കോർഡിംഗ് എല്ലാം അത് പറയുകയാണെങ്കിൽ ഈ പാട്ടുകളുടെ ഒക്കെ ഒരു ജീവൻ എന്ന് പറയുന്നത് അത് അജിയുടെ. നമ്മുടെ ഒട്ടുമിക്ക പാട്ടുകളും ചെയ്യണത്
ഇവിടെ ഡെൻറോസിലെ നജിയേട്ടനാണ് അതിന്റെ ഓർക്കസ്ട്ര എല്ലാം ചെയ്യണത്. ഇന്നവര് ചെയ്ത പാട്ടുകൾ വേറെ പുറത്തെ ആൾക്കാർക്കൊക്കെ ചെയ്ത് എഴുതി ടൂൺ തരുമ്പോൾ എഴുതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പറയുന്നിടത്ത് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത് ആ ഒരു കംഫർട്ട് സോണായിട്ട് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റണത് അത് ഏത് വർക്കല്ല അജിയുടെ അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും. ഇന്നിപ്പോ ഇവിടെ വന്നേക്കുന്നത് അങ്ങനെ ഒരു പുതിയൊരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. യാദൃശ്യമായിട്ട് കണ്ട്. സോനു ഇപ്പൊ എഴുത്ത് മാത്രമല്ലാതെ പാട്ട് പാടിയിട്ടില്ലേ? അതായത് ഈ ആദ്യകാലങ്ങളിലാണ് ഈ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ അത് മാറി മില്യൺസിനായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാട്ട് സോനുവിന് അപ്പൊ അതിന്റെ ഒരു 2 വരി. ഓക്കെ, അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പാടി, അമൽ വൈലാത്ര എന്ന് പറഞ്ഞിട്ട് അവൻ ഞാനും കൂടി പാടി. ഇപ്പോൾ 5 മില്യൺ ആവണം. അത് ആൽബത്തിന്റെ പേര്? ആൽബത്തിന്റെ പേര് കൊഞ്ചും കരിവള, അങ്ങനെയാണ് ആൽബത്തിന്റെ പേര്. കുന്നോളം എൻ്റെ നെഞ്ചിലായി പൂവിട്ട പൊന്നോളം നീയേ, ഇന്നോളം ഒരു കാര്യം ചൊല്ലുവാൻ വെമ്പും നിൻ കാതിൽ. നെഞ്ചോരം നീ വന്ന് പാടുമ്പോൾ, നെഞ്ചിലെ മഞ്ചലിൻ നാടുമ്പോൾ, കൊഞ്ചലിലുയലിലാടി നിൻ ചുണ്ടിലായി ഞാൻ ഇന്നലിയുന്നേ. ഒരു ചെങ്കതിർ പൂത്ത പോലങ്ങ് കിഴക്ക് തെളിയുന്ന പെൺകൊടി നീ. വെള്ളാരം കണ്ണെഴുതി കാലിൽ വെള്ളിക്കൊലുസണിഞ്ഞ്, നിന്റെ കൊഞ്ചും കരിവള താളത്തിൽ ഇന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ. നിന്റെ കൊഞ്ചും കരിവള താളത്തിൽ ഇന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ. ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട്, ആടാടമ്മേ ആടാട് അരമണിക്കിലുങ്ങനെ ആടാട്. ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട്, ആടാടമ്മേ ആടാട് അരമണിക്കിലുങ്ങനെ ആടാട്. ചെമ്പട്ടിൻ ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് കളിയാടി വരുന്നമ്മ, മിന്നുന്ന പള്ളിവൾ കയ്യിലേന്തി കലി തുള്ളി വരുന്നമ്മ. സുരസുന്ദരി വരദായിനി ശ്രീരുദ്രേ നീ ശരണം, ഉരി ചാമ്പലിലും വരി കാമ്പതിലും ഹരനന്ദേ കാത്തിടണേ. ആടാടമ്മേ ആടാട് അമ്മ ശ്രീഭദ്രകാളി ആടാട്, ആടാടമ്മേ ആടാട് അരമണിക്കിലുങ്ങനെ ആടാട്. അപ്പൊ ഇനി അടുത്ത് ഇറങ്ങാൻ പോണ പുതിയ വർക്കുകൾ ഏതൊക്കെയാ? പുതിയ വർക്കുകൾ ഒരു സലീ പുൽപ്പറകുന്നിൻ്റെ ഒരു അഹല്യ എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ ശോഭു അലത്തൂര് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു കുംഭകർണൻ്റെ പാട്ട്. ഇതെല്ലാം ഈ ഓണങ്ങളിലേക്ക് വേണ്ടിയുള്ളതാണോ? അല്ലേ, അതിൽ ഒരു പാട്ട് ഓണങ്ങളിൽ ടീമിൽ പാടാനുള്ള, ഒരു പാട്ട് നമ്മുടെ വർക്കാണ്. അങ്ങനെ അതിന്റെ ഒരു 2 വരി പാടാം. പാടാം. പുള്ളിപ്പുലി കടുവ ഇറച്ചി വരയാട് പോത്ത് കൊമ്പൻ സ്രാവ്, തോൽക്കുടമതിലാക്കിയ രക്തം മദ്യം മാന്തലാവനുട പത്യം. മതിയോളം തിന്നു മുടിച്ച് രാവണനോടായി കാര്യമുറച്ച് നടന്ന കഥകൾ പറഞ്ഞു രാവണനും. നീ ഇറങ്ങടാ തടുത്തു നോക്കാൻ അടുത്തു വന്നവരെ, കളി കാണടാ എടുത്തു നിന്നെ ഉടുത്ത് തീർക്കുമെടാ ലങ്കേശ്വരൻ. വളരെയധികം സന്തോഷം. കാരണം വെച്ചാൽ യാദൃശ്ചികമായിട്ട് നേരത്തെ പറഞ്ഞതാണ്, എന്നാലും വളരെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. എന്നത് മാത്രമല്ല, യുവതാര കോൾക്കുന്ന് എന്ന ടീമിന് ചെയ്യുന്ന വർക്കുകളെല്ലാം സൂപ്പറാവട്ടെ. അത് മാത്രമല്ല, പരിപാടികളും എല്ലാ രീതിയിലും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പാട്ടുകളുടെ വലിയൊരു ആരാധനയാണ് ഞാൻ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കുളിർമഴയിൽ ഈറനായി അവൾ നനയും നേരമായി, ശബരിയവൾ നില പൗർണമി. കുളിർമഴയിൽ ഈറനായി അവൾ നനയും നേരമായി, ശബരിയവൾ നില പൗർണമി. ചഞ്ചല മോഹനമിഴിയഴക് ഒരു കുഞ്ചല മധുവേണിയിലഴക്, വെണ്ണില ഒളി പോൽ അവൾ മെഴുക് വന്നച്ചോലയിൽ കാൽ കഴുക്. തിരുനെറ്റിയിൽ തൊടു കൈവിരൽ
മണത്തതല്ലേ ഹരിചന്ദനം. കുളിർമഴയിൽ ഈറനായി അവൾ നനയും നേരമായി ശബരിയവൾ നിലാ പൗർണമി.